ഇന്നലെ ഇപ്പോൾ ഒരു സൈറ്റ് കണ്ടായിരുന്നു. നമ്മൾ വല വെച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അവിടെ ഇതിന് മുന്നേ ഞാനും നമ്മളെ സുനിബ്രോയും കൂടെയാണ് കഴിഞ്ഞ പ്രാവശ്യം ആ ഭാഗത്തായിട്ട് വല വെച്ചത്. അപ്പോൾ ആ ഏരിയയിലേക്ക് ഇന്ന് പോകണം. അപ്പം നമ്മൾ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സ് തന്നെ അറിയാത്തവരുണ്ട്. അതായത് നമ്മുടെ സുനിബ്രോ മരണപ്പെട്ടിട്ട് ഇപ്പം മാർച്ച് 14-ാം തീയതി മരിച്ചത്. അപ്പോൾ എന്നെ ഇപ്പോഴും വിളിച്ച് ചോദിക്കുന്നവരുണ്ട്, സുനിബ്രോയ്ക്ക് എന്നാ പറ്റി അപ്പം എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അതാ പറഞ്ഞത്. അപ്പം സൂസൈഡ് ചെയ്യുമായിരുന്നു. അപ്പം അതേ ഉള്ളു. പിന്നെ അപ്പം ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ കന്നിട്ട ജെട്ടിയിൽ നിന്ന് കിഴക്കോട്ടുള്ള തോടാണ് കയറിയ ഇപ്പം കേട്ടോ. ഇത് ഇരുമ്പനം പാടം, ഇത് വലിയകരി പാടം, വലിയകരി കനകാച്ചേരി മീനപ്പള്ളി. ഇത് എല്ലാം കൂടെ ഒറ്റ പാടമാണ്. അതും ബണ്ട് തിരിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് വലിയകരി, ഇതിൻ്റെ അപ്പുറത്ത് കനകാച്ചേരി, അതിൻ്റെ തൊട്ട് കിഴക്കപ്പുറത്ത് മീനപ്പള്ളിക്കായി. ഇത് പാടത്ത് വളവിടാനായിട്ട് വളം ഇറക്കും കേട്ടോ. നമ്മളിപ്പോൾ ഇറങ്ങാൻ പോണത് കൈനഗരി ടെർമിനലിലേക്ക്. ഇപ്പം നമ്മൾ ഇറങ്ങാൻ പോകുന്നത് നമ്മളിപ്പോൾ കൈനഗരി വട്ടക്കായലില്ല കേട്ടോ. കൈനഗരി വട്ടക്കായലിൽ ആ നേരെ കാണുന്ന പഴുപ്പാടം കേട്ടോ. പഴുപ്പാടം ഈ നേരെയാണ് ഞാൻ പറഞ്ഞത് മീനപ്പള്ളിക്കായൽ പാടമാണ് കേട്ടോ. ആ നേരെ അങ്ങേ അറ്റം കാണുന്നതാണ് കനകാശ്ശേരി. എൻ്റെ തൊട്ട് പടിഞ്ഞാമ്പുറത്തെ വലിയൊരുപ്പാണ്. നമ്മളിത് ഈ തോട് വഴി കയറി നമ്മൾ കൈനഗരി, നമ്മൾ ഇറങ്ങാൻ പോകുന്നത് കൈനഗരി ആറ്റിലേക്കാണ്. ഞാനത് ഇവിടെ വന്ന് മറ്റേ കുപ്പിയെ ചൂണ്ട ഇട്ട് ഞാനിവിടെ ചൂണ്ടയിടുന്ന വീഡിയോ ഉണ്ട്. അത് പുറകെ വരും. ഇത് ഹൗസ് ബോട്ട് വന്ന ഗസ്റ്റൊക്കെ ട്രിപ്പ് അടിക്കുന്ന കേട്ടോ. ചെറിയ വെള്ളത്തിൽ ഈ ടെർമിനൽ കായൽ അകത്തോട്ട് ഹൗസ് ബോട്ട് കയറിപ്പോകാത്ത സ്ഥലത്തോട്ടൊക്കെ ഇതേക്കണത് ചെറിയ വള്ളത്തേലാണ് അവർ കൊണ്ടുപോകുന്നത്. ഈ ഇപ്പം പോയ വള്ളത്തിന് ഏതാണ്ട് മണിക്കൂറിന് 500 രൂപ 600 രൂപ കണ്ടോ. വേണമെങ്കിൽ നോക്കാം. ഈ വള്ളത്തിന് മണിക്കൂറിന് അത് മണിക്കൂറിന് എന്ത് ചാർജ് ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. എന്നാലും മണിക്കൂറിന് അതും 500 ഉള്ളെന്ന് തോന്നുന്നു. ചിക്കാര വെള്ളം ഇതാണ് നമ്മൾ ചിക്കാര വെള്ളം എന്നറിയപ്പെടുന്ന ഈ വെള്ളം കേട്ടോ. ഈ ചെറിയ വെള്ളത്തെ ഈ മേൽക്കൂരയൊക്കെ പറഞ്ഞത് അതാ. അത് മണിക്കൂറിന് 500 രൂപ 600 രൂപ റേറ്റ് വരത്തുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. അതിൽ കൂടിയിട്ടുണ്ടോയെന്നൊന്നും അറിയാൻ മേല കേട്ടോ. കാരണം നമ്മൾ ചിക്കാരി വെള്ളത്തെ സഞ്ചരിച്ചിട്ടില്ല. നമ്മളെ അറിവ് മാത്രം നമ്മൾ പറഞ്ഞു. ഞങ്ങളിത് ഈ ടവറിനായിരിക്കും ചിലപ്പോൾ നോക്കുന്നത് ഇന്ന് കേട്ടോ. ഈ കടകൽ കൊഞ്ച് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ കടകൽ. ഇത് നോക്കാനോ നമ്മളെ സബ്സ്ക്രൈബറാണോ? വലിപ്പമായില്ല.
അണ്ണൻ വല ഇട്ടേച്ചും വരുവാണ്. ഉണ്ടായിരുന്നോ വല്ല? നമ്മള് ഈ 2 വലയും കൂടെ ഏടും കേട്ടോ. ഇത് നമ്മുടെ ആ പച്ചവലയും ഈ ചുവപ്പ് വലയും. ഞാനും സുനിബ്രോയും കൂടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വെച്ചത് കേട്ടോ. ഇവിടെ വെച്ചപ്പം അന്ന് ഇവിടെ ഇല്ല, അവിടെയാണ് ഫോൺ പോയത്. നമ്മുടെ അപ്പയുടെ ഫോണില്ല അവിടെ പോയത്. അതുകൊണ്ട് ഞങ്ങൾ ഒരു 1/4 മണിക്കൂർ എടുത്തു തപ്പി എടുക്കാൻ കേട്ടോ. അല്ലേ അണ്ണ? എടുത്തെടുത്ത് കിട്ടിയായിരുന്നു. അന്ന് അണ്ണൻ കറക്കി പോകണമായിരുന്നു. ഞങ്ങൾ 1/4 മണിക്കൂർ നേരം തപ്പി കേട്ടോ ഫോൺ കിട്ടിയത്, വെള്ളത്തിൽ പോയത്. നമ്മളിത് ഇത് കൈത കേട്ടോ. കൈത വെള്ളത്തിൻ്റെ അടിയിൽ, ഈ കരകളിനടിയിൽ നിൽക്കുന്നുണ്ട് കൈത. ഇനി നമ്മൾ അങ്ങോട്ട് വലയിറക്കുക. ഇപ്പം നമ്മുടെ ഇത് ഉള്ളുംവലയാണ്. ഉള്ളുംവലയുടെ അടി വെയിറ്റാണ് ഇത്. ഇത് നമ്മൾ ചെളി ചവിട്ടി താക്കുക. ഇത് നമ്മൾ വലയെല്ലാം കുത്തി കേട്ടോ. വലയില്ല അങ്ങ് ഈ ചവറിൻ്റെ അങ്ങ് നമ്മൾ വല ഇവിടെ കൊണ്ടുവന്ന് കുത്തിയിരിക്കുന്നത്. ഈ വള്ളം ഒന്ന് ഇനിയിപ്പം ശകലം പിന്നോട്ടൊന്ന് മാറ്റണം. ഈ വള്ളത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു മറയാണ്, താഴത്ത് ഇരുട്ടായിരിക്കും. അപ്പം ഈ എന്തെങ്കിലും കൊഞ്ചോ കരിമീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വള്ളത്തിന് അടിയിൽ നിൽക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാനും സുനിപ്രോകളെ നോക്കിയിട്ട്, കാരണം നമുക്ക് നമ്മുടെ വീഡിയോ അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. 6 കിലോ 7 കിലോ കൊഞ്ചുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളന്ന് 3 ചേറുമീൻ തന്നെ തപ്പിയെടുത്തായിരുന്നു. പിന്നെ വലയ്ക്കകത്ത് എത്ര ചേറുമീൻ ഉണ്ടെന്ന് നോക്കുന്നില്ല. അന്ന് വാളയുണ്ടായിരുന്നു, കരിമീനുണ്ടായിരുന്നു, കുറുവ, തൂളി എല്ലാ മീനും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത്രയും തന്നെ ഉണ്ട് ചവറ് കേട്ടോ. ഇവിടെ ഒരു ശകലവും കൂടെ പുറത്തോട്ടുണ്ടായിരുന്നു ഞങ്ങൾ അന്ന് വെക്കുമ്പോൾ. ഇന്നിപ്പോൾ നോക്കുക, നമ്മൾ കൊഞ്ച് പ്രതീക്ഷിച്ചാണ് വെക്കുന്നത്. നമുക്കിപ്പം കിട്ടിയ കരിമീനാട്ടോ. ഒഴുക്ക് കാരണം ഒരു രക്ഷയില്ല. പടിഞ്ഞോട്ട് തന്നെ നമ്മൾ വലിക്കുന്ന ഫോണ്. ഷാരൂഖ് അപ്പുറം നിന്നോളുവാ. അതിൻ്റെ അപ്പുറം നിന്നോ. പൊങ്ങ് പൊങ്ങ് പൊങ്ങ്. ഇവിടെ നിന്നിട്ട് ഒഴുക്ക് വരുന്ന പറഞ്ഞത് തള്ളി പോകാൻ പോലെ. ഒഴുക്കായതുകൊണ്ട് ഇന്നില്ലായിരുന്നു അണ്ണ. ആ
അണ്ണൻ ഇതിൻ്റെ അകത്ത് ഒരു ചേർമീൻ കണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതാണ് അണ്ണൻ കൂടെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച. ആ നമ്മുടെ സഹോദരങ്ങളാ പോണത്. ഇപ്പം നമ്മൾ അപ്പിട്ട് നമുക്കുള്ള കേട്ടോ ഒരു കൊഞ്ച്, ഒരു കരിമീൻ നമ്മൾ നേരത്തെ പിടിച്ചിട്ട് ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഇത് ഒരു ചെമ്മീൻ ഉണ്ടായിരുന്നു, ചെറിയ ചെമ്മീൻ. ഇത് നമ്മൾ ആ ചവറ വെച്ച് ഞാൻ കാണിച്ചു തന്നു. നമ്മളിപ്പോൾ ഓരോ ഒതുക്കി അങ്ങോട്ട് വെച്ചിരിക്കുകയായിരുന്നു. നമ്മളെ പുള്ളുംമലയുടെ പോസ്റ്റിലേക്ക് വെച്ചിരിക്കുക. ഇനിയിപ്പം വെള്ളം കൊണ്ട് ഒളിപ്പിച്ചിട്ട് നമ്മൾ ഒരു പീസിനെ വെട്ടാൻ നേരത്ത് കൊഞ്ച് കാണുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേ സമയത്ത് ഒരു കിലോ മേലെ കൊഞ്ച് പിടിച്ചായിരുന്നു, 2 ചേർമീനും പിടിച്ചായിരുന്നു, പിന്നെ കരിമീനും ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഈ ചവറിന് വെക്കുന്നു. പക്ഷെ ഇപ്പം കൊഞ്ച് വളരെ കുറവ്. കൊഞ്ചിപ്പം കല്ലുകെട്ട് ഒരുമാതിരി അള്ളയുള്ള കല്ലുകെട്ടായിരുന്നു. നമ്മൾ തപ്പിയ നമുക്ക് 3-4 കൊഞ്ചെങ്കിലും കിട്ടണ്ടേ. ഇപ്പം ഒരു കൊഞ്ചാണ് നമുക്ക് കിട്ടിയത്, പിന്നെ 2 കരിമീൻ. നമ്മൾ ഇന്നിപ്പം മീൻ കുറവാണ് കാണിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ പണിയാന്നിട്ടല്ല, നമ്മുടെ ചില കമൻസിലൊക്കെ വരും ഞങ്ങൾ പോയിട്ട് മീൻ ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മൾ പണിയാനായിട്ടല്ല, നമ്മൾ നല്ല നീളം കടകല. ഇത് കണ്ട നമ്മളെ വള്ളത്തിൻ്റെ അപ്പുറേ വെച്ചോ. നമ്മൾ വിപുലം തൊട്ടുള്ള കടകലെന്ന് പറഞ്ഞാൽ നിസ്സാര കടകലല്ല. നമ്മുടെ എന്തുവാ ഒരു 2 അടി 3 അടി വലിപ്പത്തിലാണ് ഈ അടിച്ചവർ. അതായത് ഈ ചവർ തന്നെ കീഴോട്ട് ഉപ്പ് കയറുമ്പം ചീഞ്ഞ് കീഴോട്ട് ഇരിക്കുന്ന ചവർ, അതേകണക്ക് ചവറാണ് നമ്മൾ പണിയുന്നത്. ഇനി ഇല്ല അങ്ങോട്ട് കിടക്കുമോ. അപ്പം നമുക്ക് ആ 2 കരിമീൻ പള്ളത്തെയും ആ ഒരു കൊഞ്ചും കിട്ടും. ഇനി അങ്ങോട്ട് വല പൊങ്ങുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഒന്നുമൊറ്റം കരിമീനൊക്കെ മുട്ടിപ്പോണ്ട്. എന്നാലും മീൻ കുറവാണെങ്കിൽ നമ്മൾ പണിയാഞ്ഞിട്ടുമല്ല, അതാണ്. അല്ല നമ്മൾ പണിതിട്ട് ഇല്ലെങ്കിൽ എന്തുവാ പറയുന്നത്, അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയാൻ മേല. അത് ഈ മീൻ പിടിക്കാൻ പോണവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ട് അറിയാൻ പറ്റും. കാരണം മീനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവർക്ക് അറിയാൻ പറ്റും. എല്ലാ സ്ഥലത്തും ചിലപ്പോൾ ഇന്നും ഒരു ടീമിന് കിട്ടിയാൽ നാളെ വേറെ ടീമിന് കിട്ടും. അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ വല്യച്ചന്മാരാണ് മുതിർന്നവരൊക്കെ പറയുന്നതിനൊക്കെ 2 തല്ല് കിട്ടാനും മീൻ കിട്ടാനും വലിയ ടൈമൊന്നും വേണ്ട. നമ്മൾ ഒന്നുമില്ലാതെ പോയിട്ടുണ്ട്. അതേ കണക്ക് തന്നെ ഒരു വലയ്ക്ക് ഒരു ദിവസം തന്നെ നമുക്ക് 10 കണക്കിന് നമ്മൾ കൂരുവാളയൊക്കെ 10 കണക്കിന് നമ്മൾ പിടിച്ച് കയറ്റിയിട്ടുള്ളത്. കൂരുവാള, മഞ്ഞക്കൂരി എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുന്ന സ്ഥലത്ത് തിങ്ങിയാണ് നിൽക്കുന്നത് മഞ്ഞക്കൂരി. അതേ കണക്ക് തന്നെ നമ്മളിപ്പം അതേ കണക്ക് തന്നെ കൊഞ്ചും നമ്മൾ കിൻഡിൽ കണക്ക് കൊഞ്ചും പിടിച്ച് കയറ്റിയിട്ടൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് എല്ലാ ദിവസവും കിട്ടണമെന്നില്ല. പിന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പണി ചെയ്യാൻ, നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ ചിലവിനും കാര്യങ്ങൾക്കും ഉള്ള മീൻ എങ്ങനെയെങ്കിലും പിടിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ നമ്മൾ പണിയുന്നുണ്ട്. അത് ഈ പണിയുടെ കഷ്ടപ്പാട് അറിയാൻ മേലാത്ത, ഇല്ലെങ്കിൽ അതേ കണക്ക് കഷ്ടപ്പാട് അനുഭവിക്കാത്തവരാണ് ഈ നമ്മൾ നിങ്ങൾ എന്നാ പണിയാന്നൊക്കെ ചോദിച്ച് പോയത്. അപ്പം നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ പണിയാഞ്ഞിട്ടല്ല, ഞങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് പണിയുന്നത്. നമ്മുടെ പണിയോട് നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് പണിയുന്നത്. കാരണം അത്ര റിസ്ക് എടുത്ത ഇതിൻ്റെ ഈ കൈതയുടെ മുള്ള് കംപ്ലീറ്റ് താഴെ കിടപ്പുണ്ട്. ഇതെല്ലാം കയ്യിലും കാലയിലും എല്ലായിടത്തും കൊണ്ടാണ് നമ്മൾ പണിയുന്നത്. പിന്നെ കുപ്പിച്ചിൽ കാണാം, ചിലപ്പോൾ ഈ കൈതച്ചട്ടത്തിനകത്ത് പാമ്പ് കാണും, പെരുമ്പാമ്പ് കാണും, ഇതെല്ലാം കാണും. ഇതെല്ലാത്തിനെയും നമ്മൾ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ പണിയുന്നത്. നമ്മൾ പോയി കരയ്ക്ക് നിന്നൊരു ചൂണ്ടയിടുന്നത് പോലെയോ നമ്മൾ എന്തുവാ പറയാം, ഉടക്കുവല വള്ളത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഉടക്കുവല ഉടക്കുന്ന വള്ളത്തിൽ ഇട്ട് തന്നെ ഇങ്ങനെ വലിച്ചെടുക്കുന്നു, ആ പരിപാടിയല്ല ഇത്. ശകലം റിസ്ക് കൂടുതലുള്ള പണിയാണ്. ഈ കടലിനകത്ത് മുങ്ങിക്കയറി എങ്ങാനും പൊങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.
അങ്ങോട്ട് കയറി നമ്മുടെ ലക്ഷ്യം എങ്ങാനും വിട്ടുപോയാൽ നമ്മൾ അതിൻ്റെ അകത്തിരുന്ന് മരണപ്പെട്ടു പോകാൻ വരെ സാധ്യതയുള്ള പണിയാണ്, റിസ്ക് പണിയാണ്. അപ്പം മാക്സിമം ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നെഗറ്റീവ് കമൻറ്റ് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് സന്തോഷമുണ്ട്, എന്നാലും നമുക്ക് ഉള്ളുകൊണ്ട് ഭയങ്കര സങ്കടം വരും. കാരണം എന്തുവാ പറയുന്നത്, നമ്മൾ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം നെഗറ്റീവ് വരുമ്പോഴാണ് നമുക്ക് ഇത് വരുന്നത്. നമ്മൾ നെഗറ്റീവ് വന്നെന്നും പറഞ്ഞ് എനിക്കൊന്നുമില്ല, പിന്നെന്തുവാണ് പിന്നെ അതിൻ്റെ വാക്കുകൾ കിട്ടുന്നത്. നെഗറ്റീവ് വന്നാലും എനിക്ക് പ്രശ്നമല്ല, കാരണം എന്നെ അറിയാവുന്ന ഒരുപാട് നല്ലവരുണ്ട്, എൻ്റെ സഹോദരങ്ങളുണ്ട്. അതായത് നമ്മുടെ മലയാളീസ് തന്നെ പുറത്ത്, അതായത് പ്രവാസ ജീവിതം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് മനസ്സിലാകും, കാരണം അവർ പുറത്തു പോയി ഏത് മീൻപിടുത്തം അല്ലെങ്കിൽ പോലും വേറെ ഏത് ജോലിയാണെങ്കിലും അവർ നല്ലതുപോലെ കഷ്ടപ്പെട്ട, അവരവിടെ എന്തുമാത്രം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു അതേ കണക്ക് തന്നെയാണ് ഞാൻ നാട്ടിൽ. ഞാനെന്ന് മാത്രമല്ല, നമ്മുടെ മത്സ്യത്തൊഴിലാളികളും അല്ലാതെ കൂലിപ്പണിക്കാരും എല്ലാവരും പണിയാണ്. അപ്പം കഷ്ടപ്പാടിൻ്റെ വില അറിയാവുന്നവർക്കറിയാം നമ്മളെ പണിയുടെ ബുദ്ധിമുട്ട്. അപ്പം മാക്സിമം ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കഴിവതും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് മുന്നോട്ട് പോവുക. അപ്പം ഇറങ്ങുമോ, അതേ അപ്പൻ ഇറങ്ങി, ഇനിയിപ്പം ഞാനിങ്ങോട്ട് ഇറങ്ങുമോ. നമ്മളിപ്പോഴേ വല വെച്ചെല്ലാം കയറിയിട്ട് വാളയൊക്കെ ഉണ്ടായത് നേരത്തെ ചാടിപ്പോകാനാണ്. കാരണം പോളയൊന്നും ഇല്ലാതെ നമ്മൾ അത്ര ഇതായിട്ടിട്ട നമ്മൾ തപ്പി വന്ന വഴിക്ക് നമുക്കൊരു അപ്പാപ്പി കിട്ടിയാണ്. അപ്പാപ്പി ഇത് പണിതാണ്, വലിയ ബലമില്ലാത്ത പഞ്ചത്. ഇതുണ്ട് തോട്, ഇതുണ്ട്, ഇതാ പണിന്തനെന്ന് പറഞ്ഞത്. ഇത് കൊടുത്താൽ വിലയും കിട്ടത്തില്ല, കമ്പനി എടുക്കത്തില്ല. ഇങ്ങനെ പളന്ത് പഞ്ഞി, ഇതും പഞ്ഞിയത് പിന്നെ ഫസ്റ്റ് മുറി നമ്മൾ എടുക്കുക. കരിമീൻ വെള്ളത്തിൽ വരാല് ഈ കവറിനകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചെമ്മീൻ ഇതെല്ലാം പഞ്ഞിയാണല്ലോ, എല്ലാം പഞ്ഞിയത്. ഇത് നമ്മുടെ ഞണ്ട് മാംസം ഊർന്ന കണക്ക് ഊറിക്കുന്നത് കേട്ടോ. ഇത് പടം പൊളിയുന്നത്, ഇതിൻ്റെ പടം പൊളിഞ്ഞ് വെള്ളത്തി ചെവൻ്റെ ചെമ്മീനൊന്നും അറിയത്ത് പോലും ഇല്ല. അത് നല്ല കാര്യമായിരുന്നു, നല്ല അപ്പം വാളയൊക്കെ ഉള്ള അവസരത്തിൽ നമുക്കിങ്ങനെ തുറന്നിട്ട് പാരാൻ പറ്റത്തില്ല, വാള ചാടിക്കോളും.
ഇതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് കരിമീനുണ്ട്. അപ്പൻ്റെ കാലിൻ്റെ അവിടെ ഒരു നല്ലൊരു കരിമീൻ കിടപ്പുണ്ട്. കരിമീൻ കുഴപ്പമില്ല. ഇത് താമരക്കാരനാണ് കേട്ടോ. അത് പിടിച്ചാണ്. കരിമീൻ ഈ കൊഞ്ചിനെ ആളെ കുത്തിയത് കേട്ടോ. രാത്രി നമ്മൾ ഈ കൊഞ്ച് കുത്താൻ പോകും. കല്ലിൻ്റെ അവിടെ തീറ്റിയിട്ടിട്ട് കുത്താൻ പോകും. എന്നിട്ട് കുത്തി ഊട്ടയിട്ടാൽ മതി. കണ്ടോ? അത് കൂടാതെ ഇതിൻ്റെ ഒരു കാല് പോയിട്ട്, ഒറ്റക്കാലിനത് ഒരു കാല് പോയിട്ട് അടുത്ത കാല് വളർന്നു വന്നതാണ്. ഈ കൊഞ്ചിൻ്റെയൊക്കെ കാല് പോയാലും അടുത്ത കാല് വളർന്നു വരും. ഉടനെ തന്നെ ഇത് തന്നെ. ഈ രണ്ടാമത് വളർന്നു വന്നു. ഈ കുത്തിന് കാല് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് അടുത്ത കാല് വന്നാൽ ഒറ്റക്കാല അറിഞ്ഞില്ലല്ലേ. നമ്മൾ ഇതിനെ നമ്മൾ വെട്ടറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. ഈ വലുതിന് അറിഞ്ഞില്ല തന്നെ. ഇത് നമ്മൾ അറിഞ്ഞില്ലെന്ന് പറയും. ഇപ്പുറത്തെ വെട്ടറിഞ്ഞത്. ചവല്ലാത്ത ചെമ്മീൻ കയറി വിളിച്ചിരിക്കുന്നു. കൊഞ്ചു വന്നു. ഒരു മുറിങ്ങ നമുക്ക് എടുക്കാൻ. അപ്പോൾ സാധാരണ നമ്മൾ വലയിൽ നിന്ന് മീനെടുക്കായിട്ട് ഏറ്റവും ലാസ്റ്റാണ് മീൻ വരുന്നത്. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ തപ്പിയപ്പം തന്നെ നമുക്കറിയാമായിരുന്നു മീൻ വളരെ കുറവാണ് കാണിച്ചത്. ഇനി ഇതിൻ്റെ അകത്ത് ഇനി എങ്ങനെയാണെന്നറിയാൻ കഴിക്കാം. നമ്മളെ ലാസ്റ്റ് മുറി എടുക്കാൻ പോകട്ടെ. ലാസ്റ്റ് മുറിയിലറിയാം നമുക്ക് വീട്ടിൽ ചിലവിനുള്ള കിട്ടുകയോ ഇല്ലയോ എന്ന്. മൂലയ്ക്കൊരു ചെമ്മീനും ഒരു പൂളാണ്. 2 ചെമ്മീൻ. അല്ല മുറമെന്ന് ഞാൻ പറഞ്ഞു. മുറമെന്ന് പറഞ്ഞാൽ ആ കരിമീനാണ്. ചെമ്മീൻ ഇത് പൂളാൻ കുഞ്ഞ്. അതേ ഇത് കുഞ്ചാശി
ഇവിടെ കിടപ്പുണ്ടപ്പോൾ ഒരു മുറം ചെമ്മീൻ. നമ്മളിത് ഇപ്പോൾ എടുത്ത ചോറിനകത്ത് പിടിച്ചിരിക്കുന്ന ചെമ്മീനത്. ഈ കൊഞ്ചും ചെമ്മീനും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചിട്ടുണ്ടല്ലോ അതെ. ഈ ചെറുത് 2 ചെമ്മീൻ, അത് അത്ര വലുതാകത്തില്ല. ഇതിനെക്കാട്ടി ഒരു ഇച്ചിരി കൂടെ വലുതാകത്തില്ല. കൊഞ്ചതല്ല, കൊഞ്ച് അര കിലോ വലുപ്പം, പിന്നെ 3/4 കിലോ വലുപ്പം വരെ കിട്ടിയവരൊക്കെ ഉണ്ട്. നമുക്കും കിട്ടിയിട്ടുണ്ട്. അത് വല്ലപ്പോഴും റെയറായിട്ടൊക്കെ കിട്ടത്തുള്ളൂ. 3/4 കിലോ ആയിട്ട് ഒരു അര കിലോ 400, 300 ഗ്രാം 400 ഗ്രാം സാധാരണ ഏറ്റവും കൂടുതൽ ഈ കൊഞ്ച്. ഇതിനെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സാധനമല്ല, ഇതിനൊന്നും നല്ല വിലയുണ്ടായത്. അതുകൂടാതെ ഈ ഒരു മീനെ നശിപ്പിക്കാനായിട്ട് ഈ വിഷമടിച്ച് മീൻ പിടിക്കുന്നവരുണ്ട്. അവർ ഈ വിഷമടിച്ച് മീൻ പിടിക്കുകയാണെങ്കിൽ ഈ വിഷമടിക്കുന്ന ഈ കൊഞ്ചും ചെമ്മീനൊക്കെ ചത്തുപോകും, പെട്ടെന്ന് പൊങ്ങി വരും. അപ്പോൾ അവർ വിഷമടിക്കുമ്പോൾ 100 എണ്ണം ഇപ്പം ആ സ്ഥലത്തുണ്ടെങ്കിൽ അത് 10 എണ്ണ അവർക്ക് കിട്ടുന്നത്, ബാക്കി 90 എണ്ണം നശിച്ചു പോവുക. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഈ കൊഞ്ചിനൊക്കെ വില ഇടിഞ്ഞത് സാധാരണ. ഇല്ലെങ്കിൽ നമുക്ക് കൊഞ്ചിനൊക്കെ ഒരു 1200 രൂപയൊക്കെ വില വരേണ്ട സമയമായി. ഇപ്പം 10-15 വർഷം മുന്നേ 600 രൂപ വില ഉണ്ടായിരുന്നു ഈ കൊഞ്ചിന്. ഇപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ചോദിക്കാൻ നേരത്ത് നമ്മുടെ കമൻസ് വന്ന് പറഞ്ഞത് കൊഞ്ചിന് എന്ത് വിലയുണ്ടെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ സഹോദരങ്ങളൊക്കെ വന്ന് പറഞ്ഞായിരുന്നു 700 രൂപ, 900, 800 രൂപ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം അതൊക്കെ നിങ്ങൾ മേടിക്കുമ്പോൾ ഉള്ള വിലയാണ്. നമ്മൾ കടക്കാർക്ക് ഓട കൊടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു 450 രൂപ, 500 രൂപ വില കിട്ടുന്നുണ്ട് ഈ കൊഞ്ചിന്. അപ്പം നമ്മൾ ഈ ചില്ലറക്കെങ്ങാനും കൊടുത്താൽ നമ്മൾ 500 രൂപ, 550 കൊടുക്കും ഈ കടക്കാർക്ക് കൊടുക്കുമ്പോൾ. അപ്പം നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞാൽ എല്ലാം കൂടെ കേട്ടോ, നമ്മൾ ഓടെ കൊടുക്കുന്നത്. ഈ കടക്കാരൊക്കെ 900, 1000, 2000 ഒക്കെ ചോദിക്കുന്നത്. അപ്പോൾ വലിയ കൊഞ്ച് 100 ഗ്രാമിന് മേലോട്ടുള്ള കൊഞ്ചിന് അവർ ആ വിലയൊക്കെ ചോദിക്കും. നമുക്കിത് മൊത്തം കിട്ടിയത് ഒറ്റക്കാല്. നമ്മൾ പിടിച്ചപ്പം 2 കാലും ഉണ്ടായിരുന്നു, പളന്തായത് കൊണ്ട് ഈ കാല് പറഞ്ഞു പോയി. ഒറ്റക്കാല് വേണ്ട കൊഞ്ച് കാണിച്ച വേറെ ഒന്നത് പറയാനായിട്ടില്ല കേട്ടാ, ഇല്ല അതൊക്കെ ഉള്ളു. അല്ലാതെ എഴുന്നേക്ക് നമ്മളെ ജോച്ചന്റെ ഒരു വാട്ടവെള്ളം ജോച്ചൻ്റെ ഉണ്ടയും അടിക്കാൻ പോകും. അപ്പോൾ ഇവിടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ.